യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈ ഫാത്തിമ സന്ദേശത്തിൻ്റെ അതിൻ്റേതായ നമ്മളത് ഗൗരവമായിട്ട് ആരും മനസ്സിലാക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ അത് അതിൻ്റെ സന്ദേശങ്ങളൊക്കെ വായിച്ച് നമ്മൾ മറന്നു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. കാരണം എന്ന് വെച്ചാൽ അതിന് ഒന്ന് രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഫാത്തിമ സന്ദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിശിഹ സംഭവത്തിന് തതുല്യ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഫാത്തിമ സംഭവങ്ങളും അല്ലെങ്കിൽ ഫാത്തിമ സന്ദേശങ്ങൾ, ഫാത്തിമ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. മിശിഹ സംഭവം പോലെ തന്നെ തതുല്യമായ, ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രസക്തി അനുസരിച്ച് അതിലും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഫാത്തിമ സംഭവം. എന്താണ് മിശിഹ സംഭവം? മിശിഹ സംഭവം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജന്മം. അതിൽ ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അപ്പോൾ മിശിഹ സംഭവം മാനവകുലത്തിൻ്റെ രക്ഷയുടേതാണെങ്കിൽ ഫാത്തിമ സംഭവം ഈ രക്ഷയുടെ പൂർണ്ണതയെ സംബന്ധിക്കുന്നതാണ്. ഈ തുടങ്ങിവെച്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച വീണ്ടെടുപ്പിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ പൂർണ്ണതയാണ്. അഥവാ നമുക്ക് മനസ്സിലാക്കാവുന്ന നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ തുടങ്ങിവെച്ച രക്ഷാകര പ്രവൃത്തിയുടെ ക്ലോസിംഗ് സെറിമണിയാണ് ഫാത്തിമ സംഭവം. ഫാത്തിമ സന്ദേശങ്ങൾ എന്തിനെ സംബന്ധിക്കുള്ളതാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ആ രക്ഷാകര പദ്ധതിയുടെ അവസാനത്തെ ഘട്ടം തുടങ്ങി വെച്ചതിൻ്റെ എന്താണ്? ക്ലോസിംഗ് സെറിമണി. ക്ലോസിംഗ് സെറിമണി എന്ന് വെച്ചാൽ അതിൻ്റെ പൂർണ്ണരൂപം, അതിൻ്റെ അവസാനം എന്താണ് എന്നുള്ളതാണ് ഈ ഫാത്തിമ സന്ദേശങ്ങൾ. അതുകൊണ്ട് ഈ ഫാത്തിമ സന്ദേശങ്ങൾ നമ്മളുടെ കാലഘട്ടത്തിലാണ് അത് പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫാത്തിമ സന്ദേശങ്ങൾ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ പ്രഘോഷണം പൂർത്തിയാക്കപ്പെട്ട ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. മിശിഹ സംഭവത്തെക്കാളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമാണ്. കാരണം നമ്മളുടെ കാലഘട്ടത്തിൽ, നമ്മുടെ തലമുറയിൽ ഈ കാര്യം പൂർത്തിയാകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഫാത്തിമ സന്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഫാത്തിമ സന്ദേശത്തിലെ 3 രഹസ്യങ്ങൾ പല ആവർത്തി കഴിഞ്ഞ 100 വർഷമായിട്ട്, ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഷാലോം ടൈംസിലും ഷാലോം പേപ്പറിലും ഷാലോം ടൈംസിലൊക്കെ 2006-ലും ഇടയ്ക്കിടയ്ക്ക് ഈ ഫാത്തിമ സന്ദേശങ്ങൾ നമ്മളുടെ കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ വന്ന് നമ്മളത് വായിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. ഇപ്പോൾ 2006-ൽ ഷാലോം ടൈംസിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ ഫോട്ടോ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ 2006-ലൊക്കെ ഷാലോം ടൈംസൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം നവീകരണത്തിൽ വന്ന ഒരുവിധം വീടുകളിലൊക്കെ ഇത് വരുത്താറുണ്ട്, വായിക്കാറുണ്ട്. അതുപോലെ വചനോത്സവം, ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ, സത്യദീപം, ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഈ ഫാത്തിമ സന്ദേശത്തിൻ്റെ 3-ാം സന്ദേശം, കാരണം 3-ാം സന്ദേശം ആണ് നമ്മളുടെ ക്ലോസിംഗ് സെറിമണിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. അപ്പോൾ അതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ അത് മറന്നു പോകുന്നു. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 2009 നമ്മുടെ പ്രൊഫസർ ജോർജ് ഇരുമ്പയം സാറ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് ക്രിസ്റ്റീന ഗല്ലഗർ എന്ന ഒരു കത്തോലിക്ക ദർശക, അയർലൻഡിൽ ജീവിക്കുന്ന അംഗീകരിക്കപ്പെട്ട ഒരു ദർശകയിലൂടെ കർത്താവ് ഒരു സന്ദേശം തന്നിരുന്നു. ആ സന്ദേശം ഇപ്പോഴും നെറ്റിൽ ചുമന്ന അക്ഷരത്തിൽ അവരുടെ സൈറ്റിൽ ഇപ്പോഴും ഉണ്ട്. വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ഈ സന്ദേശം ലോകത്തെ അറിയിക്കാൻ കർത്താവ് പറഞ്ഞതനുസരിച്ച് അറിയിക്കുന്നതെന്ന് പറഞ്ഞ് ആ സന്ദേശം ഷാലോം ടൈംസിൽ തർജ്ജമ ചെയ്യപ്പെട്ട് നമ്മൾ വായിച്ചതാണ്.
ആൾക്കാരെല്ലാവരും വായിക്കും. പക്ഷേ ഈ വായിച്ചവർ തന്നെ, വായിക്കാത്തവരെ വിട്, വായിച്ചവർ പോലും ആ സന്ദേശത്തിന് അതിന് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് വശം. മാർച്ച് 29, 2009 നൽകിയ സന്ദേശം വളരെ റെഡിങ്ങിൽ സൈറ്റിൽ ഇന്നും അവൈലബിളാണ്. അതിങ്ങനെയാണ് അതിൻ്റെ സംക്ഷിപ്ത രൂപം. ലോകം ദൈവത്തെ ഉപേക്ഷിച്ചു, അതിനാൽ ദൈവം ഈ ലോകത്തെ എതിർ ക്രിസ്തുവിന്, നമ്മുടെ ഭാഷ, നമ്മൾ സാധാരണ പറയാനുള്ള ഭാഷയിൽ അന്തിക്രിസ്തുവിന്, ആൻറ്റൈ ക്രൈസ്റ്റിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് റെഡിങ്ങിൽ കിടക്കുന്ന ഒരു സന്ദേശമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആരുടെ ഭരണത്തിലാണ് നമ്മൾ? എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ. എതിർ ക്രിസ്തു ആരാ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണമെങ്കിൽ യേശു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു ആരാണ്? ആരാണ്? യേശു ക്രിസ്തു ആരാണെന്നുള്ളതിന് ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം ദൈവപുത്രനാണ്. അപ്പോൾ എതിർ ക്രിസ്തു ആരാണെന്ന് വെച്ചാൽ സാത്താൻ്റെ പുത്രനാണ്. യേശു ക്രിസ്തു ആരാണെന്നുള്ളതിന് അടുത്ത ഉത്തരം ഇതാണ്: ദൈവത്തിൻ്റെ മനുഷ്യാവതാരം. ദൈവത്തിൻ്റെ ലോകചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടന്ന മനുഷ്യാവതാരമാണ് ആര്? യേശു ക്രിസ്തു. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യരൂപത്തിൽ. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് പിശാച് മനുഷ്യരൂപത്തിൽ. പിശാചിൻ്റെ പുത്രൻ മനുഷ്യരൂപത്തിൽ വരുന്നതാണ് മനുഷ്യൻ. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എതിർ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? യേശു ക്രിസ്തു ആരാണെന്ന്. യേശു ക്രിസ്തുവിൻ്റെ നേരെ വിപരീതമാണ് ആര്? എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു ഒരു മനുഷ്യ വ്യക്തിയാണ്. ബൈബിൾ അനുസരിച്ച് ബൈബിളൊക്കെ വളരെ കൃത്യമാണ്. അതേക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ശരിക്കും ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വളരെ ഗൗരവമായ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട, സ്വർഗത്തിൽ നിന്നും സഭയിൽ നിന്നും ഒഫീഷ്യലി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ടെങ്കിലും പൊതുവെ നമ്മൾ കത്തോലിക്ക വിശ്വാസികൾ ഈ കാര്യങ്ങളിൽ ഒരു ലെതർജിക് ആറ്റിറ്റ്യൂഡാണ്. ലെതർജിക് എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പൻ മനോഭാവമാണ്. ഒരു അലസ ഇങ്ങനെയുള്ള സന്ദേശങ്ങളോട് നമുക്കെന്താണ് അത്ര നമ്മൾ അതിനെന്ത് ചെയ്യാറില്ല, ഗൗരവത്തോടെ സ്വീകരിക്കാറില്ല. അതനുസരിച്ച് ജീവിതമൊന്നും ക്രമപ്പെടുത്താറില്ല. നമ്മൾ ജീവിതം ക്രമപ്പെടുത്തുകയോ നമ്മൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം തന്നെ സമയാസമയങ്ങളിൽ അതിൻ്റെ സമയത്തിൽ അത് പൂർത്തീകരിക്കപ്പെടും. ഇപ്പോൾ ലോകത്ത് 99% ആൾക്കാരും ദൈവത്തിൻ്റെ പ്രവചനത്തിൽ വിശ്വസിച്ചില്ല എന്ന് വിചാരിച്ചോ? അതുകൊണ്ട് ദൈവം തന്നെ തീരുമാനം മാറ്റാമുണ്ടോ? ആ സമയത്ത് പ്രവചനം പൂർത്തിയാവേണ്ടിയിരിക്കുമോ? പൂർത്തിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വീകരിച്ചില്ല, നമ്മൾ ജീവിതം മാറ്റിയില്ല, നമ്മൾ ഒരുങ്ങിയില്ല, അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവചനങ്ങളൊന്നും പൂർത്തിയാവാതിരിക്കില്ല എന്നില്ല. ആ ദൈവത്തിൻ്റെ പ്രവചനം അതിൻ്റെ സമയത്ത് പൂർത്തിയാവും. ഇപ്പം നിങ്ങൾ നോക്കുക, പഴയ നിയമത്തിൽ ഉദാഹരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. നോഹയോട് പറഞ്ഞു 40 ദിനരാത്രങ്ങൾ മഴ പെയ്ച്ച് ഞാൻ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ളത്. അതുകൊണ്ട് നോഹയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ നല്ലൊരു പേടകം പണിത്, ഒരു കപ്പലൊക്കെ പണിത് എന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെയും ഓരോ ജോഡി മൃഗങ്ങളെയൊക്കെ നീ എന്ത് ചെയ്യുക, ഈ പേടകത്തിനകത്ത് കയറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നോഹ അത് വിശ്വസിച്ചു. വലിയൊരു മലയുടെ മുകളിൽ വലിയൊരു പേടകം, അഥവാ ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ബോട്ട് എന്തെങ്കിലും മനസ്സിലാക്കാവുന്ന രീതിയിൽ പണിതു. എത്ര കാലം കൊണ്ടാണ് ഈ പേടകം പണിതത് എന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എത്ര കാലം കൊണ്ടാണ്? ഓർമ്മയില്ല. 11 മാസം എടുത്തു. അപ്പോൾ ഈ 11 മാസം ഈ ഇത്രയും ഉയരമുള്ള ഒരു കപ്പൽ, ഒരു ബോട്ട്. അപ്പോൾ സാധാരണ ഒരു ബോട്ട്, നമ്മുടെ നാട് ധാരാളം ബോട്ടുകൾ നിർമ്മിക്കുന്നതും കപ്പൽ കപ്പൽശാലയൊക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഈ കപ്പലും ബോട്ടും എവിടെയാണ് നിർമ്മിക്കുക? മലയുടെ മുകളിലാണോ? ആണോ? പക്ഷേ നോഹ നിർമ്മിച്ചത് എവിടെയാണ്? മലയുടെ മുകളിൽ. അപ്പോൾ ഈ മലയുടെ മുകളിൽ പേടകം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ നോഹേനെ എല്ലാവരും എന്ത് പറഞ്ഞു? തനി വട്ടാണ്. അഥവാ ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സാധനം എവിടെ നിർമ്മിക്കണ്ടേ? ഏതെങ്കിലും നദിയുടെ അടുത്തോ ഏതെങ്കിലും കടലിൻ്റെ അടുത്തോ അവിടെ ആ പ്രദേശത്ത് ഈ സാധനം, അത് ഭയങ്കര, അതായത് ലോകത്തിലുള്ള സകല ജന്തുക്കളുടെയും ഒരു ജോഡി അകത്ത് കയറ്റണമെങ്കിൽ എത്ര വലുതായിരിക്കണം ഒന്ന് ചിന്തിച്ച് നോക്കി. അത്രയും വലിയൊരു സാധനം അത് വെള്ളത്തിലല്ലാണ്ട് അവിടെ നിന്ന് ഉന്തി താഴ്ത്തിക്കിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അതൊരു അടയാളമായിരുന്നു, അതൊരു മുന്നറിയിപ്പായിരുന്നു. 11 മാസം കൊണ്ട് നോഹ ആ പേടകം പണിതു, അല്ലേ?
ഈ 11 മാസം കൊണ്ട് ഈ വേടകം പണിത് ആ ജനങ്ങൾ മുഴുവൻ കണ്ടു. അവനെ പൊട്ടാന്ന് വിളിക്കുക എന്തെങ്കിലും കണ്ടാലും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. നോഹയുടെ കൂടെ ഉണ്ടായിരുന്ന 8 ആൾക്കാരല്ലാതെ ആരും തന്നെ ഈ ദൈവത്തിൻ്റെ പ്രവചനത്തിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വെള്ളം വന്നു. സപ്പോസ് ഇവിടെ നമ്മൾ വിചാരിക്കണം ഇവിടെ വെള്ളം ആ ഒരു പ്രളയത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ കേരളം ഒരു പ്രളയം അനുഭവിച്ച ഒരു നാടാണ് ശരിക്കും. നമ്മൾ 99 വെള്ളപ്പൊക്കം കേട്ടിട്ടുണ്ട്. അതിലും ഭയങ്കര വെള്ളപ്പൊക്കമാണ് ഈ പ്രാവശ്യം നമുക്കുണ്ടായത് കേരളത്തിൽ. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് വിചാരിക്കുക. വെള്ളം വന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ വെള്ളം കയറി. ഞങ്ങൾ ചാലക്കുടിക്കാരോട് 3 ദിവസം മുമ്പ് മുനിസിപ്പാലിറ്റി പറഞ്ഞതാണ് 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരും മാറിപ്പോക്കോളാൻ. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരാളും എന്ത് ചെയ്തില്ല, പോയില്ല. ആ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളം കയറിയപ്പോഴും പോകാൻ പറഞ്ഞിട്ട് എനിക്കറിയാം. എൻ്റെ ചേട്ടൻ്റെ മകളെ കെട്ടിച്ച വീടും അവരും അമ്മച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. അവർ വീട് വിട്ട് പോകാൻ തയ്യാറല്ലായിരുന്നു. അവസാനം എന്തായി? പൊക്കി വലിച്ച് ആളെ വെള്ളം കയറി എന്തായി? ഇതിൽ വലിച്ച് കയറ്റി കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. പ്രൈസ് ദി ലോർഡ് എന്ന പോലെ. അപ്പോൾ വെള്ളം വന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി. ഇപ്പോൾ ഉണ്ടായ സംഭവമാണ്. സെക്കൻഡ് ഫ്ലോറിൽ കയറി. നോട്ട്ബുക്കിൻ്റെ അടിയിലുണ്ട് ടേബിൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി, സെക്കൻഡ് ഫ്ലോറിൽ കയറി. അവിടെ വെള്ളം കയറി. അപ്പോൾ അടുത്ത് നിന്ന് തെങ്ങുമ്മ ചാടി തെങ്ങിൻ്റെ മുകളിൽ കയറി. മനസ്സിലായോ? അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് തെങ്ങിൻ്റെ മുകളിൽ വെള്ളം കയറി. ഇപ്പോൾ സന്തോഷമായി. അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഗ്രൗണ്ട് ഫ്ലോർ കയറിയപ്പോൾ ഓക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ? നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളം കയറിയപ്പോൾ അതിന് മുകളിൽ കയറിയിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് തെങ്ങുമ്മ കയറി തെങ്ങിൻ്റെ മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ എന്ന് പറയണു മര്യാദാസ്? ഉണ്ടാവില്ലേ? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ? അവർക്ക് അറിയണ സകല പ്രാർത്ഥനകളും ചൊല്ലിയില്ലേ ജെമിനി? ഇല്ലേ? എത്രയും ദയുള്ള മാതാവേ അല്ല, അവർക്ക് കിട്ടാത്ത സകല പ്രാർത്ഥനകളും മറന്നുപോയത് സകലതും ചൊല്ലിയിട്ടുണ്ടാവും ഇല്ലേ? പക്ഷേ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ പ്രാർത്ഥന ഒന്നും കേട്ടില്ല എന്ന്. നിങ്ങളോട് പറയണത് എന്നാണെന്നറിയോ? ഈ അസമയത്ത് ചെല്ലുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ബൈബിൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ. ബൈബിൾ പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് വേണം? സമയത്ത് പ്രാർത്ഥിക്കണം. സമയം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം കേൾക്കുന്നില്ല. ഇതുപോലെ തന്നെ സ്വതവും ഗൊമോറയിലും ഈ സൾഫർ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ പശ പോലെയാണ്. അത് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അത് പരക്കുള്ള വിട്ടുപോകില്ല. അത് ഉരുകി ഇങ്ങനെ പശ പോലത്തെ മെഴുക് പോലെയാണ്. അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 4 കഷ്ണം വീണപ്പോഴെങ്കിലും ആഗ്നസ് ചേച്ചി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ? ഈ സാധനം ശരീരത്തിൽ വീണാണ് കത്താൻ തുടങ്ങിയ പ്രാർത്ഥിക്കില്ലേ? ഇല്ലേ? അവർ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയൊന്നും ആരും കേട്ടില്ല. ലോത്തും കുടുംബം മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. തിരിഞ്ഞു നോക്കിയ ഭാര്യ പോലും വഴിയിൽ ഉപ്പുതൂണായി. അല്ലേ? അതല്ലേ ചരിത്രം പറയുന്നത്. ഈ തലമുറയ്ക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ ഇന്നു മുതൽ നിങ്ങൾ രാപകൽ പ്രാർത്ഥിക്കുന്നവരാവണം. അത്രയ്ക്ക് സമയമില്ല. രാവിലെ പ്രാർത്ഥിച്ചാൽ പോലും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ നമുക്ക് പറ്റുമല്ലോ എന്നുള്ളത് നമ്മുടെ തീക്ഷ്ണത പോലെ ഇരിക്കും. അത്രയ്ക്ക് നമ്മളടുത്തെത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ ഈശോ പറയില്ലേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയും. നിങ്ങൾ വിചാരിക്കണേ യഹൂദന്മാരൊക്കെ ചെകടന്മാരായിരുന്നെന്ന്? എത്ര പ്രാവശ്യം ഈശോ പറഞ്ഞേ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ സ്വീകരിക്കാൻ കൃപയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ സ്വീകരിക്കാനുള്ള ക്രമമാണ്. അപ്പോൾ ചരിത്രം ഇതാണ് പറയുക. അപ്പോൾ അതുപോലെ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ യുഗാന്ത്യം വരെയുള്ള സകല കാര്യങ്ങളും വെളിപ്പെടുത്തി. തൻ്റെ യുഗാന്ത്യത്തോടു കൂടിയാണ്, യുഗാന്ത്യത്തിൽ ആണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനമായ മടങ്ങി വരുന്ന ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം. അപ്പോൾ എൻ്റെ തിരുക്കുമാരൻ്റെ പ്രത്യാഗമനത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുക എന്നുള്ളതാണ് എന്ത് ഫാത്തിമ സന്ദേശത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ വരാനിരിക്കുന്ന 100 വർഷക്കാലം, 100 വർഷം കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, നമ്മൾ എക്സ്റ്റെൻഡഡ് സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. യുഗാന്ത്യം വരെ സംഭവിക്കാനുള്ള സകല കാര്യങ്ങളും മാതാവ് അവിടെ പറഞ്ഞു.
അതിൽ 95% കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. 95. അപ്പോൾ അതനുസരിച്ച് അതുകൊണ്ട് ഈ ഫാത്തിമ സന്ദേശങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വരവിന് ഒരുങ്ങാനുള്ള സ്വർഗത്തിൻ്റെ സന്ദേശം അനുസരിച്ച് നമ്മൾ ഈ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. ലൂക്ക 18:8 കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് വെച്ചാൽ, വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലായിരിക്കും കർത്താവ് വരിക. ഇപ്പോൾ ആ സിറ്റുവേഷനാണ്. നിങ്ങൾ അതേക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇപ്പം മൊത്തം സമൂഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഈ പറഞ്ഞില്ലേ, കണ്ണിൽ പൊടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നന്മയുടെ രൂപത്തിൽ നമ്മളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? കീഴടക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, സ്വന്തം അപ്പനെ കൊല്ലാനായിട്ട് ഡോക്ടർക്ക് പൈസ കൊടുക്കുന്നു. ദയാവധം മനസ്സിലാവുണ്ടോ? അത് നന്മയല്ലേ? ആ മകൻ ചിന്തിക്കുന്നത് നന്മയല്ലേ? എൻ്റെ അപ്പൻ വേദനിക്കാതെ മരിക്കണം, എനിക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ച അപ്പനാണ് അല്ലേ? അപ്പോൾ എന്നതുപോലെ ഈ ലോകത്തെ നന്മയുടെ രൂപത്തിൽ ആര് കീഴടക്കിയിരിക്കുന്നു? അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? 1 ആശയക്കുഴപ്പം, 2 പാപബോധമില്ലായ്മ. പാപം എന്താണെന്ന് എന്തില്ല? പാപബോധമില്ല. നല്ലൊരു കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ. അപ്പോൾ ഈ നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഫാത്തിമ സന്ദേശമാണ്. ഈ ഫാത്തിമ സന്ദേശങ്ങളെ പ്രായോഗികമാക്കാൻ മാതാവ് തന്നെ തുടങ്ങി വെച്ച ഒരു മൂവ്മെൻ്റാണ്, സംഘടനയല്ല, ഒരു മൂവ്മെൻ്റാണ് മരിയൻ മൂവ്മെൻ്റ് ഓഫ് പ്രീസ്റ്റ് എന്ന് പറയുക. മരിയൻ മൂവ്മെൻ്റ് ഓഫ് പ്രീസ്റ്റ്. അതിൻ്റെ മലയാള പരിഭാഷ കൊടുത്തപ്പോൾ നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന് മലയാളം പരിഭാഷ ആക്കിയിരിക്കുന്നു. പക്ഷേ ടു ദ പ്രീസ്റ്റ് അവർ ലേഡീസ് ബിലവഡ് സൺസ്, അതാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൂവ്മെൻറ്റിൻ്റെ പേരാണ് മരിയൻ മൂവ്മെൻ്റ് ഓഫ് പ്രീസ്റ്റ്. അപ്പോൾ ഈ വൈദികരെ, ഫാദർ സ്റ്റെഫാന ഗോപി എന്നൊരു വൈദികനെ പ്രത്യേകമാംവിധം മാതാവ് തിരഞ്ഞെടുത്ത് ഈ ലോകത്തെ മുഴുവനും ജാതി മത ഭേദമന്യേ ഈ ലോകത്ത് മുഴുവൻ ഫാത്തിമ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും അതനുസരിച്ച് തൻ്റെ തിരുക്കുമാരൻ്റെ പ്രത്യാഗമനത്തിന് ഈ ലോകത്തെ സഭയെയും ലോകത്തെയും എല്ലാം ഒരുക്കാനായിട്ടാണ് ഈ സന്ദേശം. ആ സന്ദേശങ്ങളെ പ്രായോഗികമാക്കാനുള്ള സന്ദേശങ്ങളാണ് 1973 മുതൽ 1997 ഡിസംബർ 31 വരെ 25 വർഷക്കാലം മാതാവ് കൊടുത്ത സന്ദേശങ്ങളാണ് ഈ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകം. 604 സന്ദേശങ്ങളാണ് മൊത്തമുള്ളത്. ഇപ്പം ഞാൻ പഠിച്ചിരിക്കുന്ന അതിനകത്തുനിന്ന് 120 മെസ്സേജുകൾ പ്രധാനപ്പെട്ടത് വിഷയമനുസരിച്ച് തിരഞ്ഞെടുത്ത് നമുക്ക് പെട്ടെന്ന് വായിക്കാനും ബാക്കിയുള്ള സന്ദേശങ്ങൾ വായിക്കാനുള്ള പ്രചോദനം ലഭിക്കുവാനുമായിട്ടുള്ള പുസ്തകമാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരിയൻ മൂവ്മെൻ്റ് ഓഫ് പ്രീസ്റ്റിൻ്റെ എന്താണ് എന്തിനു വേണ്ടിയാണ് മാതാവ് തിരഞ്ഞെടുത്തത്? ഈ ഫാത്തിമ സന്ദേശങ്ങളെ പ്രായോഗികമാക്കുക, ആക്ച്വലൈസേഷൻ ഓഫ് ദി ഫാത്തിമ പാരിഷൻ മെസ്സേജസ്. അതാണ് അതിൻ്റെ പർപ്പസ്. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ മെസ്സേജുകളിൽ നിന്നാണ് നമുക്ക് ഫാത്തിമ സന്ദേശങ്ങളെ, പ്രത്യേകിച്ച് 3-ാം സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒത്തിരി പ്രാർത്ഥനയോടെ വായിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതർവൈസ് ലോകത്ത് ഫാത്തിമ സന്ദേശങ്ങളെ മുഴുവനാക്കി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു പുസ്തകം ലോകത്ത് അവൈലബിൾ അല്ല, ഇൻ്റർനെറ്റിലും അവൈലബിൾ അല്ല. ഇൻ്റർനെറ്റിലൊക്കെ ധാരാളം പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് ഫാത്തിമ സന്ദേശത്തിൻ്റെ 3-ാം സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം തന്നെ അതിനെന്ത് ചെയ്തിരിക്കുന്നു? ശിഥിലമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സന്ദേശങ്ങളെയാണ് മെയിനായിട്ട് നമ്മൾ പലരും ഓൺലൈനിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ ഏത് പുസ്തകത്തെ കുറിച്ചാണ്, ആ പുസ്തകം ഇങ്ങോട്ട് തന്നാൽ ഞങ്ങളത് വായിച്ച് മനസ്സിലാക്കിക്കോളാം, പിന്നെ ബ്രദറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ചിന്ത. ഈ മൂവ്മെൻറ്റിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾ സർവേ നടത്തിയിട്ട്, ഞാൻ 23 വർഷമായിട്ട് ഇതിൻ്റെ ഒരു അസോസിയേറ്റ് മെമ്പറാണ്, ആത്മായർക്കും ഇതിൻ്റെ അംഗമാകാം. അപ്പോൾ ഞങ്ങൾ സർവേ നടത്തിയതിൽ ഇതിനകത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരിൽ 95% ആൾക്കാരും ഈ സന്ദേശങ്ങൾ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നാലും ഇപ്പം നിങ്ങളിത് വായിച്ചിട്ട് ഇതിനുള്ളിൽ ബൈബിള് പോലെ നിഗൂഢമായ അർത്ഥങ്ങളുള്ള രഹസ്യങ്ങൾ, മിസ്റ്ററി പോലെ വചനാസ്പദമായിട്ടുള്ള സന്ദേശങ്ങളാണ് മാതാവ് തന്നിട്ടുള്ളത്. എല്ലാം ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് മാതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രത്യേകമാം വിധം എന്ത് വേണം, സഹായം ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലരും ഈ പുസ്തകം കൊടുത്തിട്ട് പിന്നീട് ഓരോ ഫോളോ അപ്പിൽ വരുന്ന സമയത്ത് ഈ പുസ്തകം കൊണ്ടുവരുമ്പോൾ ഓരോ മെസ്സേജ് എടുത്തിട്ട് അവരോട് പറയുമ്പോൾ ഇത് ഞങ്ങൾ വായിച്ചാണല്ലോ, ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ, മനസ്സിലാവണമല്ലോ എന്ന് എല്ലാവരും പറയാറ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഈ ധ്യാനാസ്പദമാക്കിയിരിക്കുന്നത് ഫാത്തിമ സന്ദേശം. ഫാത്തിമ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം തൻ്റെ തിരുക്കുമാരൻ്റെ വരവിന് സഭയെയും ലോകത്തെയും ഒരുക്കുക എന്നുള്ള ആ സന്ദേശം. അതിൻ്റെ വിശദാംശങ്ങൾ ഈ മരിയൻ മൊമെൻ്റ് ഓഫ് പ്രീസ്റ്റ് പുസ്തകത്തിനകത്താണ് ഈ സംഭവിക്കാനിരിക്കുന്ന, സഭയ്ക്കകത്തും പുറത്തും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാതാവ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഫാത്തിമയിൽ മാതാവ് അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, പോയിൻ്റുകൾ നോട്ട് ചെയ്യാം. ഫാത്തിമയിൽ മാതാവ് പ്രഖ്യാപിച്ച ഒരു മുദ്രാവാക്യമാണ്, യുഗാന്ത്യത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. യുഗാന്ത്യത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. എന്താണ് ഈ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം? യുഗാന്ത്യത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഇൻ ദ എൻഡ് മൈ ഇമാക്കുലേറ്റ് ഹാർട്ട് വിൽ ട്രയംഫ്. അതിനെയാണ് മലയാളത്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രയംഫ് എന്ന് പറയുമ്പോൾ വിജയകാഹളധ്വനി എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പക്ഷെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനൊരു നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ട്രാൻസ്ലേഷനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ വിജയകാഹളധ്വനി? 1 കൊറിന്തോസ് 15:51-52 പറയുന്ന ഈ കാഹളധ്വനി മുഖ്യദൂതനാവശ്യ മിഖായേലിൻ്റെ എന്താ പറയുക, യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുക, ഒരു ട്രംഫറ്റ് ഇതുണ്ടാവുമല്ലോ, എന്താ പറയാൻ, ബാൻഡല്ലേ, വാങ്കുവിളി പോലെ, ആരവം. ആ വിജയകാഹളധ്വനി ചക്രവാളത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തുമ്പോഴേക്കും നമ്മൾ പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നിദ്ര പ്രാപിച്ചിരിക്കില്ല. എന്ന് വെച്ചാൽ എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടാവില്ല, കുറച്ച് പേര് ജീവിച്ചിരിക്കും. എല്ലാവരും മരിച്ചു പോയിട്ട് കർത്താവ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറേ പേര് ജീവിച്ചിരിക്കും. അതാണ് പൗലോസ്ലീഹ പറയുക 1 കൊരിന്തോസിൻ്റെ 15:51-52 ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുകയാണ്. ആ രഹസ്യം എന്താണ്? കർത്താവിൻ്റെ വരവിൽ നമ്മളെല്ലാവരും നിദ്ര പ്രാപിച്ചിരിക്കുകയില്ല. ആ കാഹളധ്വനി കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നമ്മൾ എന്തു ചെയ്യും? രൂപാന്തരം പ്രാപിക്കും, ട്രാൻസ്ഫിഗറേഷൻ. ആ സമയമാണ്, അതാണ് സമയം. ആ സമയത്തിലാണ് പിശാചിൻ്റെ പക്ഷക്കാരും നരകത്തിലേക്ക് തള്ളപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ മിഖായേൽ ദൂതൻ്റെ ഈ ആരവം ഇങ്ങനെ ഈ ചക്രവാളത്തിൻ്റെ ഇങ്ങേറ്റം പോലെ ഇങ്ങനെ കേട്ടപ്പോൾ ആ സ്വരം ഇങ്ങനെ വരണനുസരിച്ച് നമ്മളിങ്ങനെ നോക്കി നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നവരെ നോക്കി നമ്മളെ നോക്കുമ്പോൾ എന്തു ചെയ്യും? നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട സ്വർഗീയ ശരീരമായി മാറ്റപ്പെട്ടിരിക്കും. പാപമംഗലമായ ശരീരം ഒത്തിരി പേർക്ക് ഇങ്ങനെ വരെ ഫീൽ ചെയ്യും, നമ്മളിൽ നിന്ന് ഇങ്ങനെ എന്തോ ഇറങ്ങിപ്പോണ പോലെ ബോഡിയിൽ നിന്നും ആ പാപത്തിൻ്റെ വേരുക്കളും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചുരുടി കടുപ്പ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളിൽ നിന്നും എല്ലാ ദുഷ്ടശക്തികളും നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പോലെയുള്ള ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരം പ്രകാശമാനമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ബൈബിൾ 1 കൊരിന്തോസ് 15 വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ അതേക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ കരുതി ചോദിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ, ഫ്രാക്ഷൻ ഓഫ് വിങ്കിങ് ഓഫ് എൻ ആയി എന്ന് പറയുന്നത്, ഒരു കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ രൂപാന്തരപ്പെടും. കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ രൂപാന്തരപ്പെടും. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളാണ് അതവിടെയാണ്. അപ്പോൾ അതാ പറഞ്ഞത് ഇൻ ദ എൻഡ്, ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ എറ, യുഗാന്ത്യത്തിലാണ് അത് സംഭവിക്കുക. ഈ യുഗാന്ത്യം എന്ന് പറയുന്നത് ലോകാവസാനമല്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യം, യുഗാന്ത്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ലോകാവസാനം ലോകാവസാനം എന്നാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ അത് ക്ലിയർ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ പറയുന്ന യുഗാന്ത്യത്തെ മറിച്ച് ലോകാവസാനത്തെക്കുറിച്ചാണ് ബ്രദർ പറഞ്ഞതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാവട്ടെ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. യുഗാന്ത്യം കൊണ്ട് ബൈബിളും ഞാൻ മനസ്സിലാക്കിയ കാര്യം, ബൈബിളനുസരിച്ച്, മാതാവിൻ്റെ സന്ദേശങ്ങളനുസരിച്ച്, ഈശോയുടെ സന്ദേശങ്ങളനുസരിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. യുഗാന്ത്യം എന്ന് പറയുന്നത് പിശാചും പിശാചിൻ്റെ ഭരണവും അവസാനിക്കുന്നു. ഇസ് എൻ എൻഡ് ഓഫ് എൻ എറ. ഒരു യുഗം, പിശാചിൻ്റെ യുഗം അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പിശാചും പിശാചിൻ്റെ പക്ഷക്കാരും നരകത്തിലേക്ക് തള്ളപ്പെട്ടാലാണ് നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ ലഭിക്കുകയുള്ളൂ. ഇതുവരെ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ ലഭിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ കുമ്പസാരിക്കുന്നു, പാപം ചെയ്യുക തുടർന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഇതുവരെ മനുഷ്യകുലത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ വരവിൽ, യുഗാന്ത്യത്തിൽ പിശാചും പിശാചിൻ്റെ പക്ഷക്കാരും നരകത്തിലേക്ക് തള്ളപ്പെടുമ്പോഴാണ്. അതുവരെ എത്ര വിശുദ്ധനായാലും ശരി, ചെറുതും വലുതുമായ തോതിൽ അവരിൽ പാപമുണ്ടായിരിക്കും. കത്തോലിക്ക സഭ ഇന്നേ വരെ ജീവിച്ചിരുന്ന വിശുദ്ധരിൽ പാപം ഇല്ലാതിരുന്ന വ്യക്തിയെ ഇതുവരെ സഭ പ്രഖ്യാപിച്ചിട്ടില്ല. വിശുദ്ധന്മാർ ഈ ദിവസം 7 പ്രാവശ്യം കുമ്പസാരിക്കുന്നു എന്നാണ് പറയണേ, അല്ലേ? അപ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ മനുഷ്യകുലത്തിന് നൽകപ്പെട്ടിട്ടില്ല. അത് ഈ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ, ദ്വിതീയ പെന്തക്കോസ്തായിൽ, യുഗാന്ത്യത്തിൽ കർത്താവിൻ്റെ വരവോടുകൂടി സംഭവിക്കുന്ന ആ അഗ്നിസ്നാനത്തിലാണ് നമുക്ക് നൽകപ്പെടുക. അതാണ് മാതാവ് പറയുന്ന എൻ്റെ സുനിശ്ചിത വിജയം. ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മക്കൾ രൂപാന്തരീകരണം പ്രാപിക്കുന്നത്. എന്ന് വെച്ചാൽ മറിയത്തിനുള്ള ആ കൃപ ദൈവം മറിയത്തിലൂടെ തന്നെയാണ്, പരിശുദ്ധ കന്യകയിലൂടെ തന്നെയാണ് നമുക്ക് നൽകപ്പെടുന്നത്. അതാണ് മാതാവ് അവിടെ പ്രഖ്യാപിച്ചത്. ഇൻ ദ എൻഡ് മൈ ഇമാക്കുലേറ്റ് ഹാർട്ട് വിൽ ട്രയംഫ് എന്ന് വെച്ചാൽ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ പ്രാപിക്കും. അങ്ങനെ നിത്യമായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു മനുഷ്യകുലം ഉണ്ടായിരിക്കും. ലത്തീൻ കുർബാനയിൽ കുദാശവചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യഗണത്തെ വാർത്തെടുക്കാൻ, അല്ലേ? ലത്തീൻ കുർബാന കൂടുന്നവർ കുദാശവചനത്തിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിൽ പറയുന്നില്ലേ, ഈ ബലിയുടെ ഉദ്ദേശം എന്താ? ഒരു മനുഷ്യഗണത്തെ വാർത്തെടുക്കാൻ. എന്ത് മനുഷ്യഗുണം? പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ, ദൈവമക്കളുടെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു മനുഷ്യകുലത്തെ വാർത്തെടുക്കാനാണ് ഈ ബലിയുടെ ഉദ്ദേശം. കുദാശവചനങ്ങൾക്ക് മുമ്പുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ബലിയർപ്പിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? യേശുവിൻ്റെ ശരീരരക്തങ്ങളിലൂടെ എന്ത് വേണം? നമ്മളിലുള്ള എല്ലാ പാപവും പാപഹേതുക്കളും ഇല്ലാതായി ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ പൂർവ്വ അവസ്ഥയിലേക്ക്, എന്താണ് ഓരോ ആത്മാവിനെയും അതിൻ്റെ പൂർവ്വ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ ആത്മാവിനെയും അതിൻ്റെ പൂർവ്വ അവസ്ഥയിലേക്ക്. എന്താ പൂർവാവസ്ഥ? നമ്മൾ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ പാപമില്ലാത്തവരായിരുന്നു. ഈ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഇതാണ് പ്രതിഷ്ഠയിലൂടെ നടക്കുക. വിമല ഹൃദയത്തിലൂടെ സംഭവിക്കുന്നത് മനുഷ്യകുലത്തിന് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപ ദൈവം പരിശുദ്ധ കന്യാമറിയത്തിനുള്ള ആ കൃപ മനുഷ്യകുലത്തിന് നൽകപ്പെടുന്നു. അങ്ങനെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിച്ചാൽ മാത്രമേ പർദീസായിലേക്ക്, ഏദൻ തോട്ടത്തിലേക്ക്
എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു, സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. പാപ അവസ്ഥയിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പറുദീസയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദം 968 ആദത്തിനെ പോലെ ഏദൻ തോട്ടം അത്ര വ്യക്തമായിട്ടും കൃത്യമായിട്ട് അറിയണ ഒരാളില്ല. ഉണ്ടോ? ആദം 968 വർഷം പരിശ്രമിച്ചു, കരഞ്ഞ് ഇന്നേ കരയണേ. അതിൻ്റെ ഉള്ളിലുള്ള ആനന്ദം ശരിയായി അനുഭവിച്ച വ്യക്തിയാണ് ആര്? ആദം. അതുകൊണ്ട് തിരിച്ചതിലേക്ക് പോകാം. പുറത്ത് വന്നതോടുകൂടി ഭയമായി, ടെൻഷനായി, ആകുലതയായി, ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവനായി. എന്ത് ചെയ്യും, എന്ത് വിതയ്ക്കും, എന്ന് കിട്ടും, എന്ന് തിന്നും, നോക്കണ ഇല മുള്ളായി മാറുന്നു. അതുവരെ സിംഹത്തിനെ ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ സിംഹം ഓടി വന്ന് നിൽക്കും, ആദം കയറിയിരുന്ന് യാത്ര നടത്തും. അത് കഴിഞ്ഞ് ഇങ്ങനെ സിംഹത്തിനെ കാണിക്കും, സിംഹം അലറുന്നു. അന്നാ പോട്ടെ, എന്നാൽ പുലിനെ വിളിക്കാം. ആ പൂച്ചേനെ പോലെ നമുക്കിപ്പോൾ പൂച്ചേനെ പോലെയാണ് ആയിരുന്നത് ആർക്ക്? ആദത്തിന്. അപ്പോൾ പുലിനെ കൈ കാണിച്ചു, പുലി അവിടെ നിന്ന് നീയാളാതെ ചോദിച്ചിട്ട്. കാരണം ആദത്തിന് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മൃഗം പോലും അവനെ തിരിച്ചറിയാതെ പിന്നെ ആ മൃഗത്തിനെ തല്ലി ചതച്ച് ഇപ്പോൾ നമ്മളെന്ത് ചെയ്യണേ? വെടിവെച്ച് ബോധം കെടുത്തി ആനേനെ കൊണ്ടുവന്ന് മെരുക്കുന്നു. മനസ്സിലാവുണ്ടോ? കാരണം മനസ്സിലാവുണ്ടോ? ആ കാലം മാറി മാറ്റം കണ്ടോ? നമുക്ക് ആ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ സൃഷ്ടവസ്തുക്കൾ എന്തായി? സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ തിരിച്ചറിയാണ്ടായി. അവന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നെന്തായി നമ്മുടെ അവസ്ഥ? മലബാറിലും ഹൈറേഞ്ചിലൊക്കെ പന്നിയെ ഇന്ന് പന്നി ഒരു ഒരു കൃഷി വസ്തുവും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തന്നെ പന്നി വളർന്നു. മലബാറിലൊന്നും ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. ഇന്ന് കൃഷി ചെയ്താൽ ആരും കൊണ്ടുപോകും? പന്നി കൊണ്ടുപോകും. മനുഷ്യനെ കൊല്ലാം, പക്ഷെ പന്നീനെ തൊട്ടുപോയാൽ, ഒരു വന്യമൃഗത്തെ തിന്നാൽ 6 മാസം വരെ നമ്മളുടെ ബ്ലഡിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റുന്നവരാണ്. അപ്പോൾ നമ്മൾ തിന്ന് ആരെങ്കിലും ഒറ്റിക്കൊടുത്ത് 3 മാസം കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്താൽ നമ്മൾ പന്നീനെ തിന്നിട്ടുണ്ടോ, കാട്ടുപോത്തിനെ തിന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ജാമ്യമില്ലാത്ത വകുപ്പാണ് നമ്മളിൽ ചുമത്തുന്നത്. മനുഷ്യനെ കൊന്നാൽ ജാമ്യം കിട്ടും, പക്ഷേ മൃഗത്തെ കൊന്നാൽ ജാമ്യമില്ല. കേട്ടോ? പ്രൈസ് ദി ലോർഡ്. മൃഗത്തിൻ്റെ കാലമായി എന്നുള്ളതിൻ്റെ വലിയ അടയാളമാണത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രതിഷ്ഠയിലൂടെ, മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ മനുഷ്യകുലം പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിക്കുന്ന ആ യുഗാന്ത്യത്തിലാണ്. അതാണ് മാതാവ് പറഞ്ഞ, യുഗാന്ത്യത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സുനിശ്ചിതം. ഇതിനു വേണ്ടിയാണ് ദൈവം മാതാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പുത്രനെ നൽകുക, പുത്രനിൽ വിശ്വസിക്കുന്നവരെ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ എന്ത് ചെയ്യുക? വിശുദ്ധീകരിച്ച് അവരെ പരിശുദ്ധരാക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 2ഉം 3ഉം തിരുവചനങ്ങൾ പറയുക ഇങ്ങനെയാണ്: കണ്ടാലും നാം ഇപ്പോൾ ദൈവമക്കളാണ്, നമ്മൾ എന്തായി തീരുമെന്ന് ഇതുവരെ വെളിവാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം, അവൻ വരുമ്പോൾ നമ്മൾ അവനെപ്പോലെ ആകും. 3-ാമത്തെ വചനം പറയുകയാണ്, ഈ പ്രത്യാശയുള്ളവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. അതായത് അവൻ വരുമ്പോൾ അവനായിരിക്കുന്നത് പോലെ അവനെ കാണണമെന്ന് പ്രത്യാശിക്കുന്നവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. അങ്ങനെയാണ് മലയാള പരിഭാഷ. കണ്ടോ? അവിടെ ഉപയോഗിച്ച 2 വാക്ക് കണ്ടോ? അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധരും വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബൈബിളിൽ ആകപ്പാട് സഭയുടെ ആരാധനാക്രമത്തിൽ ദൈവത്തെയും പരിശുദ്ധ കന്യാമറിയത്തെയും മാത്രമേ പരിശുദ്ധ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ കുദാശകളിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിലാണ് നമുക്ക് ഈ വിശുദ്ധരെ എന്തായി മാറുന്നത്? പരിശുദ്ധരായി മാറുന്നു. പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? വിശുദ്ധരെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ തോതിലെങ്കിലും അവരിൽ എന്തുണ്ടാവും? പാപം ഉണ്ടായിരിക്കും.
അപ്പോൾ കുദാശകളിലൂടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമ്മൾ നീതീകരിക്കപ്പെടുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് എവിടെ കയറാൻ പറ്റില്ല? സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നമ്മൾ ആർജിച്ചിരിക്കണം. അത് നമുക്ക് തന്നിട്ടേ നമ്മളെവിടേക്ക് കയറ്റുള്ളൂ? ഏതൻ തോട്ടത്തിലേക്ക്, പർദീസയിലേക്ക് ഇനി കയറ്റുള്ളൂ. കാരണം ഇനി അവിടെ പോയിട്ട് പാപം ചെയ്യാനായിട്ടുള്ള പരിപാടിയൊന്നും ആർക്കും ഇനി ഇല്ല. അങ്ങനെ ഒരു വിസ ഇല്ല. എങ്ങനെ വിസ? പർദീസയിൽ പോയിട്ട് ഇനിയും പാപം ചെയ്ത് ഇനി അടിച്ചു പൊളിച്ച് ഒരു 10,000-2000 കൊല്ലം 4,000 കൊല്ലം ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ആരും ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു സംഭവം ഇല്ല ഇനി. അതുകൊണ്ട് അഗ്നി സ്നാനത്തിൽ അഗ്നിയിൽ ഉരുക്കി എന്തു ചെയ്യും? സകല പാപങ്ങളും പാപഹേതുക്കളും എല്ലാ വേരുകളും പിഴുതറിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നമുക്ക് നൽകിയാണ്, പരിശുദ്ധിയുടെ മേലങ്കി വെള്ളവസ്ത്രം ധരിപ്പിച്ചാണ് നമ്മളെവിടേക്ക് കയറ്റുന്നത്? പർദീസയിലേക്ക് കയറ്റുന്നത്. നിത്യമായി നിത്യതയിൽ ദൈവത്തിനെ സ്തുതിക്കാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനുള്ള മക്കൾ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവത്തെ അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ ഭൂമിയിലുള്ള സകല ശ്രേഷ്ഠ വസ്തുക്കളും സന്തുലത പ്രാപിക്കും. ഈക്വലിബ്രിയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയുടെ സന്തുലത നഷ്ടപ്പെട്ടത് മനുഷ്യൻ്റെ പാപമാണ്. നമ്മൾ കഴിഞ്ഞ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കഴിഞ്ഞുണ്ടായ നമ്മുടെ മഴക്കാലം തെളിയിച്ചില്ലേ? ലോകം കണ്ടുപിടിച്ച കാര്യമാണ്. എന്തുകൊണ്ടാണ് ആഗോളതാപനം? വൃക്ഷങ്ങൾ വെട്ടിക്കളഞ്ഞതാണെന്ന്. അതുകൊണ്ട് എന്തായി? വൃക്ഷങ്ങളൊക്കെ വെച്ചത് വലുതായോ? അതിക്ക് മുമ്പ് മഴ പെയ്തല്ലോ ഇഷ്ടം പോലെ. വൃക്ഷങ്ങൾ വെച്ചത് വലുതാവുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്തില്ലേ ജോസഫേ? പെയ്തില്ലേ? അപ്പോൾ അവർ ഇതുവരെ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? വൃക്ഷം വെട്ടിയത് കൊണ്ടാണ്. വൃക്ഷമാണ് നമ്മളുടെ വിഗ്രഹമായി മാറിയായിരുന്നു. വൃക്ഷം നട്ടാൽ എന്ത് സംഭവിക്കും? മഴ പെയ്യും. ഇപ്പോൾ വൃക്ഷം നടാണ്ട് തന്നെ പെയ്തല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ പാപമാണ് ഇതിൻ്റെ കാരണമെന്ന് എന്ത് ചെയ്യാൻ തയ്യാറല്ല? അംഗീകരിക്കാൻ തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ പ്രതിഷ്ഠയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനം, പ്രതിഷ്ഠ നിങ്ങൾ നടത്തുമ്പോൾ അത് ആദ്യപടിയാണ്. പരിശുദ്ധിയിലേക്ക് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ പ്രാപിക്കാനുള്ളതിൻ്റെ ആദ്യ പടിയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യാനും പോണേ? പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ജീവിതവും പ്രാർത്ഥനയും ക്രമപ്പെടുത്തി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ സ്റ്റെപ്പ് നമ്പർ 1 ആണ് എന്ത്? പ്രതിഷ്ഠ. ഇവിടുന്ന് അങ്ങോട്ട് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയ്ക്കുള്ള നിങ്ങളുടെ സ്വർഗത്തിൻ്റെ ആഗ്രഹം നിങ്ങളതിൽ എസ് മൂടിക്കൊണ്ടാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈ ശുശ്രൂഷകൾ ഓൺലൈൻ പങ്കെടുക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താമസിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 9744670556 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആവേ മരിയ.